അപ്പോൾ ഹലോ ഓൾ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ റാപ്പിഡ് റിവിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു റിവിഷൻ സീരീസ് സ്പെഷ്യൽ ടോപ്പിക്കിലാണ് ഫോക്കസ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ആക്റ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആക്റ്റുകളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു 5 മിനിറ്റിൽ ഒരു ആക്റ്റിനെ കുറിച്ച് ഏറ്റവും മാക്സിമം ഇൻഫോർമേഷൻ കവർ ചെയ്യും. നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ മാത്രം അറ്റൻഡ് ചെയ്താൽ തന്നെ അതിൽ നിന്ന് ചുറ്റിപ്പറ്റി ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അത്ര ഫാക്ട് ഡെൻസ് ആയിരിക്കും. കോർ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ മാത്രം ആഡ് ചെയ്തിട്ട് ഒരു ആക്റ്റിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണണം, ഇതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ആക്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് ആക്റ്റായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 ആണ്. അപ്പോൾ സ്ലൈഡിലുള്ളതുപോലെ നമുക്ക് കാണാം ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്. ഇത് ഈ വർഷം കാണുമ്പോൾ നമുക്ക് അറിയാം ഇതെന്താണ്, ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം വന്ന ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 പോലെയല്ല. ആ ഒരു ഡ്യുവാലിറ്റി ഇവിടെ നോട്ട് ചെയ്യണം. ഇതൊരു പ്രീ ഇൻഡിപെൻഡൻസ്, പ്രീ കൊളോണിയൽ, പോസ്റ്റ് കൊളോണിയൽ ആ ഒരു ഇൻഫ്ലുവൻസ് വന്നതിന് ശേഷം എങ്ങനെയാണോ ഒരു വനത്തിന് സെൻട്രലൈസേഷൻ ടെൻഡൻസി, ഒരു വനത്തിനെ സെൻട്രൽ ഗവൺമെന്റിന്റെ അധികാരം കൂട്ടിക്കൊണ്ട് എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാം എന്ന രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആക്ട് ആണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിലെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഇതിൽ പ്രധാനമായിട്ടും വനങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 തരം വനങ്ങളായിട്ടാണ് മൊത്തത്തിലുള്ള ഇന്ത്യയിലെ വനങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ നമുക്ക്, അപ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ വനങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ഈ ക്ലാസിഫിക്കേഷൻ പ്രകാരം എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ ക്ലാസിഫിക്കേഷൻ, ഓരോ വർഗീകരണത്തിലുള്ള വനങ്ങളുടെയും പ്രത്യേകത എന്താണ്, ഇവിടെ ആർക്കൊക്കെ എന്തൊക്കെ അനുമതി ലഭിക്കും, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാം എന്നതൊക്കെ ആണ് PSC പ്രധാനമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ 1927 ആക്ട് നോക്കിയാലോ നമുക്ക്. ഇതാണ് പ്രധാനമായിട്ട് ഈ ഒരു ഒറ്റ ടേബിൾ നിങ്ങൾ കവർ ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യുക. ഇപ്പം എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോയിക്കോ. റിസർവ്ഡ് ഫോറസ്റ്റ് ആണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, റിസർവ്ഡ് ഫോറസ്റ്റിന്റെ കേസ് എടുത്താൽ എന്താണ്, റിസർവ്ഡ് ഫോറസ്റ്റിൽ ഓൾ ആക്ടിവിറ്റീസ് ആർ പ്രൊഹിബിറ്റഡ് അൺലെസ് പെർമിറ്റഡ്. അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ എല്ലാവിധ ആക്ടിവിറ്റീസും, അതായത് ഗ്രേസിംഗ് ആണെങ്കിലും ട്രീയുടെ മരങ്ങൾ മുറിക്കുന്നതാണെങ്കിലും ട്രൈബൽസിന് ഇവിടെ കയറി ഫോറസ്റ്റ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതാണ്, ഇതെല്ലാം പ്രൊഹിബിറ്റഡ് ആണ്. അൺലെസ് പ്രത്യേകമായിട്ട് പരാമർശിക്കപ്പെടാത്ത എല്ലാ രീതിയിലുള്ള ആക്ഷനുകളും ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ്. എവിടെ? റിസർവ്ഡ് ഫോറസ്റ്റിൽ. അപ്പൊ റിസർവ്ഡ് ഫോറസ്റ്റിൽ നിന്ന്, ഈ ഏരിയയിൽ നിന്ന് പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 പ്രകാരം തന്നെ ഏത് സെക്ഷനിലാണെന്നാണ്. ഇവിടുന്ന് പിന്നെ റിസർവ്ഡ് ഫോറസ്റ്റ് ഏത് സെക്ഷൻ ആണെന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ അത് നോട്ട് ചെയ്തോ, സെക്ഷൻ 20 ആണ് ഈ ആക്ട് പ്രകാരം. സെക്ഷൻ 20 പ്രകാരമാണ് റിസർവ്ഡ് ഫോറസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ റിസർവ്ഡ് ഫോറസ്റ്റ് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടിയ ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓൾ ആക്ടിവിറ്റീസ്, ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു കണ്ടൻസ് ഫോം കിട്ടും. ഓൾ ആക്ടിവിറ്റീസ് ആർ പ്രൊഹിബിറ്റഡ് അൺലെസ് പെർമിറ്റഡ്. ഓക്കെ, ആ ഒരു ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ആക്ട് തന്നിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ 20 ആണ് ഇതിന്റെ ഒരു ഏരിയ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ സെക്ഷൻ 20 അനുസരിച്ചുള്ള ഉപാധികളായിരിക്കണം സ്വീകരിക്കേണ്ടത്. പിന്നെ അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. പിന്നുള്ളത് ഏതാണ്? പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്. പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇവിടെയാണോ ഇനി കൂടുതൽ പ്രൊട്ടക്ഷൻ എന്നല്ല. ഇത് കൺഫ്യൂസിങ് പോയിന്റ് ആണ്. ഇവിടെ നിങ്ങൾ തെറ്റിക്കരുത്. കാരണം പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റിന് റിസർവ്ഡ് ഫോറസ്റ്റുകളെ കാട്ടിലും ഇച്ചിരി പ്രൊട്ടക്ഷൻ കുറവായിരിക്കും. അപ്പം പ്രൊട്ടക്ഷൻ്റെ ഒരു ലെവൽ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ റിസർവ്ഡ് ഫോറസ്റ്റിനും അതിൽ കുറവ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റിനും അതിലും കുറവായിരിക്കും വില്ലേജ് ഫോറസ്റ്റുകൾക്ക് ഉള്ളത്. അപ്പോൾ ഈ 3 ക്ലാസിഫിക്കേഷനാണ് പ്രധാനമായിട്ടും ഈ ആക്ടിന്റെ കീഴിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ റിസർവ്ഡും കഴിഞ്ഞു, പ്രൊട്ടക്റ്റഡും കഴിഞ്ഞു. പിന്നെ പ്രൊട്ടക്റ്റഡും ചോദിക്കാൻ ചാൻസ് എന്താണ്? റിസർവ്ഡിൽ സെക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡിന്റെ സെക്ഷൻ നമ്മൾ പഠിച്ചിരിക്കണം. പ്രൊട്ടക്റ്റഡിന്റെ സെക്ഷൻ നോട്ട് ചെയ്തോ, സെക്ഷൻ 29. ഓക്കെ, സെക്ഷൻ 29 ഓഫ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 പ്രകാരമാണ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റും ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞു. പിന്നുള്ള ഏതാണ്? പിന്നുള്ളത് വില്ലേജ് ഫോറസ്റ്റ് ആണ്. വില്ലേജ് ഫോറസ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഇത് സാധാരണഗതിയിൽ ഒരു റിസർവ് ഫോറസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കൺസർവേഷൻ്റെ അധികാരം ഒരു ഗവൺമെൻറ് തന്നെ വില്ലേജുകൾ, അവിടെ താമസിക്കുന്ന വില്ലേജുകൾക്ക് ആ ഒരു ഫോറസ്റ്റിൻ്റെ കൺസർവേഷൻ്റെ അധികാരം കൊടുക്കുന്ന സമയത്താണ് ആ ഒരു ഏരിയ നമ്മൾ വില്ലേജ് ഫോറസ്റ്റ് ആയിട്ട്
ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ വില്ലേജ് ഫോറസ്റ്റിന്റെയും സെക്ഷൻ നോക്കിക്കോ, സെക്ഷൻ 28. അപ്പൊ നമ്മൾ 3 സെക്ഷൻ പഠിച്ചു. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിന്റെ 3 ക്ലാസിഫിക്കേഷൻ പ്രകാരം അതിലെ ഓരോ വർഗീകരണവും ഏത് സെക്ഷനിലാണ് ബന്ധിപ്പിച്ച് കിടക്കുന്നതെന്ന് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പൊ ആ സെക്ഷൻ തെറ്റരുത്. സെക്ഷൻ 20 റിസർവ് ഫോറസ്റ്റ്, സെക്ഷൻ 29 ആണ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, സെക്ഷൻ 28 ആണ് വില്ലേജ് ഫോറസ്റ്റ്. അപ്പൊ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിൽ നിന്ന് 1927 പ്രകാരം ചോദിക്കാൻ ചാൻസ് ഉള്ള മേജർ ഏരിയാസ് എല്ലാം നമ്മൾ കവർ ചെയ്തു. പിന്നെ ഒരു പോയിന്റ് നോട്ട് ചെയ്തു ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിൽ നിന്ന്, ഇത് കൊളോണിയൽ അധികാരം കൂടുതൽ സ്പ്രെഡ് ആക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇത് ഫോറസ്റ്റിന്റെ കൺസർവേഷനോ അതായത് വനപരിപാലനത്തിന് വേണ്ടിയല്ല, വനത്തിന് മേൽ കൊളോണിയൽ ഗവൺമെന്റിനുള്ള അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ടാക്സ് റവന്യൂ ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആക്ട് ആയിരുന്നു. അതിനേക്കാൾ ഉപരി ഫോറസ്റ്റ് കൺസർവേഷൻ, വനപരിപാലനം, വനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുക, എൻവയോൺമെന്റിനെ ഇംപ്രൂവ് ചെയ്യുക, ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നും ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 പ്രകാരം ഇല്ലായിരുന്നു. ട്രൈബൽസിനെയും ഇവർ അവഗണിച്ചിരുന്നു. അപ്പോൾ ഇത്രയും ഒരു കണ്ടൻസ്ഡ് ഫോമിൽ ഈ ആക്ടിനെ കുറിച്ച് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്.